ദൈവത്തിന്റെ തന്നെ തിരുനാമം ഈ പകൽ മഹത്വം എടുക്കുമാറാകട്ടെ. ആണ്ടവരുடைய നാമം இந்த நாள் காலை வேளையிலே மகிமைப்படுவதாக. ഈ ഒരു വിശുദ്ധിയുടെ പകൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനമായി നിൽപ്പാൻ ദൈവം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. இந்த பரிசுத்த ஆராதனையின் காலை வேளையிலே உங்களோடு கூட நின்று ஆண்டவரை துதிக்கும்படிக்கு ஆண்டவர் பாராட்டின கிருபைக்காய் நான் ஆண்டவருக்கு நன்றி சொல்லுகிறேன். കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങളോട് ഒരുമിച്ച് ഈ ദേശത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ സഭയിലൊക്കെ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ஒரு வாரம் முழுவதுமாக உங்களுடைய சபையில், உங்களுடைய வீடுகளில், உங்களுடைய தேசங்களில் கர்த்தருடைய வார்த்தையுமாய் நிற்கும்படிக்கு கர்த்தர் பாராட்டின கிருபைக்காய் நான் ஆண்டவருக்கு நன்றி சொல்லுகிறேன். നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സൽക്കാരങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. காண்பித்த எல்லா அன்பிற்கும் உபசரிப்புக்கும் ஆண்டவராகிய இயேசுவின் நாமத்தில் உங்களுக்கு நன்றிகளை நான் ஏறெடுக்கிறேன். கர்த்தர் உங்களை நிறைவாய் ஆசீர்வதிப்பாராக. അനുഗ്രഹം, ആശീർവാദം എന്ന് പറയുമ്പോൾ അതിനെ ആംഗുലേയ പദം ഇംഗ്ലീഷിൽ ബ്ലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ஆசீர்வாதம் என்று சொல்லும்போது அதனுடைய ஆங்கில பதம் bless என்று சொல்லி BLESS ബ്ലസ്, BLESS bless என்பதாகும். അപ്പോൾ ബി എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ നിർവചിക്കാൻ ആഗ്രഹിക്കുന്നു. ബി ബോഡ്ലി, നിങ്ങളുടെ ശാരീരികമായി നിങ്ങളുടെ ശരീരത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. பி என்று சொல்லும்போது நான் சொல்லுகிறேன் பாடி, உங்களுடைய சரீரத்திலே ஆண்டவர் ஒரு ஆசீர்வாதத்தை கட்டளையிடுவாராக. ஒரு ஆமென் சொல்லுவோமே. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ആരോഗ്യം ദൈവം തരും, സൗഖ്യമുള്ള ഒരു ശരീരം ദൈവം നിങ്ങൾക്ക് തരും. உங்களுக்கு நல்ல ஒரு ஆரோக்கியமான சுகமான சரீரத்தை ஆண்டவர் தருவார். നമുക്ക് ഒത്തിരി പണമുണ്ട്, ഒത്തിരി വസ്തുക്കൾ സമ്പത്തെല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. நமக்கு நிறைய பணம் இருந்தாலும், அநேக சம்பத்துக்கள் இருந்தாலும், நாம் ஐஸ்வர்யமா இருந்தாலும், நமக்கு ஆரோக்கியம் இல்லை என்று சொன்னால் நாம் ஸ்வீட்லாம் சாப்பிட முடியாது. அப்போ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. நமக்கு ஒரு ஆரோக்கியமான சரீரம் தேவனுடைய ஆசீர்வாதமாக இருக்கிறது. ഇനി അടുത്തത് എൽ എന്ന് പറയുമ്പോൾ ലേബർ, നിങ്ങളുടെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിക്കും. உங்களுடைய ലേബേഴ്സ്, உங்களுடைய செயல்களை, வேலைகளை ஆண்டவர் ஆசீர்வதிக்கட்டும். അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിൽ വിളവ് ഉണ്ടായില്ലെങ്കിൽ അത് നമുക്ക് ദുഃഖമാണ്. நாம் விவசாயம் செய்யும்போது அதிலே நமக்கு சரியான வருமானம் கிடைக்கவில்லை என்று சொன்னால் நமக்கு அது துக்கமாயிருக்கும். ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് നന്മയായില്ലെങ്കിൽ നമുക്കത് വിഷമമാണ്. ஒரு பிசினஸ் நீங்க செய்யும்போது அது உங்களுக்கு ஆசீர்வாதமாக இல்லை என்று சொன்னால் அது உங்களுக்கு ரொம்ப சிரமமாயிருக்கும். അപ്പോൾ ആശീർവാദം എന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ അവൻ സാധ്യമാക്കും. നിങ്ങൾ തൊടുന്നതിനെല്ലാം അവൻ അനുഗ്രഹിക്കും. நீங்கள் கையிட்டு செய்கிற எல்லா வேலைகளையும் ஆண்டவர் ஆசீர்வதிப்பார். ஒரு ஆமென் சொல்லுங்க பார்க்கலாம். ஹல்லேலூயா. கையின் வேலைகள், என் வியாபாரம், என்னுடைய பிசினஸ், என்னுடைய விவசாயத்தை ஆசீர்வதியும். അപ്പോൾ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒന്ന് ബോഡ്ലി, നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. ஆசீர்வாதம் என்று சொல்லும்போது முதல்ல என்ன சொன்ன? ശരീരത്തിലെ. രണ്ടാമത് ലേബർ, നിങ്ങളുടെ വേലയിൽ ആശീർവാദം. ഇനി ഇ സ്റ്റാൻഡ് ഫോർ ഇ. ഇ എതുക്കാக இருக்குது? നിങ്ങൾ പറഞ്ഞു, சொல்லுங்க பார்க்கலாம். ഇ എതുക്കാக இருக்குது? ഈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ മാനസിക തലത്തെ ദൈവം അനുഗ്രഹിക്കും. ഇ എന്ന് சொல்லும்போது എമോഷൻ, உங்களுடைய മനസ്സ്, മനനിலை, மனநிலை, உங்களுடைய மனநிலையில் ஒரு ஆசீர்வாதம். நல்ல மனநிலை வேண்டும் എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾ വിഷാദത്തിന് അടിപ്പെട്ടാ നടക്കുന്നെങ്കിലോ എന്തെങ്കിലും ഗുണമുണ്ടോ? நீங்க உங்களுக்கு எல்லாம் இருக்குது, ஆனாலும் நீங்க துக்கத்துல இருந்தா ஏதாவது ஆசீர்வாதமா இருக்குமா? ഒരുപാട് ആളുകളുണ്ട് ഇന്ന് വിഷാദ രോഗികളായി മാറിയിരിക്കുകയാണ്. நிறைய பேര്, அநேகர் என்ன எல்லாம் இருக்குது, ஆனா அவங்க மன நோயாளிகளாக மாறிவிட்டார்கள். അസമാധാനത്തിൽ അനേകർ നടക്കുക, அநேகர் സമാധാനമില്ലാതെ നടക്കുക, അനേകർ സന്തോഷമില്ലാതെ നടക്കുക. അപ്പം നമ്മുടെ മാനസിക തല, മനോനിലയ്ക്കകത്ത് ഒരു അനുഗ്രഹം ഉണ്ടാകണം. നമ്മുടെ മനനിലയിലെ ഒരു സന്തോഷം ഉണ്ടാകും. It's okay, leave it. You want this one? No, it's okay. I'm happy. Okay. അപ്പോൾ നമ്മുടെ മാനസിക തലത്തിൻ്റെ അകത്ത് ഒരു അനുഗ്രഹം ഉണ്ടാകണം. ഇമോഷണലി വി നീഡ് ടു ബി ബ്ലെസ്ഡ്. നാം മനതലവിലെ സമാധാനമുടയവர்களாக, സന്തോഷമുടയവர்களாக இருக்க வேண்டும். അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിനും അകത്തും ആ ഒരു അനുഗ്രഹം വരികയാണ്. தேவன் உங்களை ஆசீர்வதிக்கட்டும் என்று சொல்லும்போது உங்களுடைய மனநிலையும் ஆசீர்வதிக்கப்பட வேண்டும். ഇനി എസ് ആൻഡ് എസ്. യെസ് திரும்பவுமா രണ്ട് യെസ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്നാ? നിങ്ങളുടെ സോൾ ആൻഡ് സ്പിരിറ്റ്, നിങ്ങളുടെ പ്രാണനിലും ആത്മാവിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. ഉங்களுடைய ആവിയിലും ആത്മാവിലും ദേവനുடைய ആശീർവാദം ഉണ്ടാകട്ടെ. അപ്പോൾ ബ്ലസ്, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറയുമ്പോൾ
ഇത്രയും ഏരിയയിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്ന് മൂടുന്നത്. ബ്ലസ് എന്ന് ചൊല്ലി ആശീർവാദം എന്ന് ചൊല്ലുമ്പോൾ ഈ 5 നിലയിലെ നാം ആശീർവദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം என்று சொல் 5 நிலை என்று சொன்னால் முதல்ல உங்களுடைய சரீரத்திலே, നിങ്ങളുടെ പ്രവൃത്തി, உங்களுடைய வேலையிலே, നിങ്ങളുടെ ഇമോഷൻ മാനസിക തലം, உங்களுடைய மனநிலையிலே, നിങ്ങളുടെ പ്രാണൻ സ്പിരിറ്റ്, സോൾ ആൻഡ് സ്പിരിറ്റ്, ആവിയിലെ ആത്മാവിലെ ആശീർവദിക്കപ്പെടുகிறீர்கள். അപ്പം ദൈവം നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ദേവൻ ഉങ്ങളെ അപ്പടിയെ ആശീർവദിപ്പാരാക. അപ്പോൾ നിങ്ങളുടെ സകല മേഖലകൾക്കകത്തും കർത്താവിന്റെ നന്മകളെ കർത്താവ് നിങ്ങളുടെ മെച്ചൊരിയട്ടെ. ഉங்களுடைய എല്ലാ നിലകളിലും കർത്തരുടെ ആശീർവാദത്തെ നിങ്ങൾ പെற்றுകൊള്ളുവീர்களாக. വളരെ വേഗത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ചില ദൈവിക വചനങ്ങളെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. மிகவும் வேகமாக பரிசுத்த ஆவியானவர் சொல்லுகிற காரியங்களை நாம் தியானிக்கலாம். അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല നടപടികൾ 2-ാമത്തെ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യം പറയുകയാണ്, പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തക്കോസ്തേ നാൾ വന്നപ്പോൾ അവர்கள் എല്ലാവരും ഒരു സ്ഥലത്തിലെ ഒന്നാக കൂടിയിരുന്നാர்கள். പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. திடீரென்று ஒரு பெரிய காற்றடிக்கிறது போல ஒரு முழக்கம் வானத்திலிருந்து சடுதியாய் உண்டானது. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. அவர்கள் இருந்த வீடு முழுவதுமாக நிறைத்தது. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് മുൻപതായി വെളിപ്പെട്ടത്. അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവர்கள் ஒவ்வொருவர் மீதும் வந்து அமர்ந்தது. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധ ആവിയാനവരാൽ നിറപ്പപ്പെട്ടവர்களாகി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആവിയാനവർ തങ്ങൾക്ക് തന്നരുളിന വെവ്വേறு ഭാഷകളിൽ പേശ തുടങ്ങിനാர்கள். അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പരിശുദ്ധ ആവിയാനവരെ കാറ്റോടുകൂടെ ഉപമയാக சொல்லப்பட்டிருக்கிறது. കാറ്റിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുക, കാറ്റോടുകൂടെ ഒപ്പുതൽ ചെയ്ത് പേശിയിരിക്കുന്നത്. സാദൃശ്യം അഥവാ പ്രതീകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ പ്രാകൃതത്തെയും സ്വഭാവത്തെയും വെളിപ്പെടുത്തുന്ന താരതമ്യങ്ങളെയാണ് സാദൃശ്യം എന്ന് പറയുന്നത്. ഒരുமை ஒன்று சேர்ந்து சொல்லுவது ஒரு உவமையாக சொல்லுவது என்பது ஏற்கனவே இருக்கிற ஒரு நிலையை, நாம் நன்றாய் அறிந்த ஒரு சூழ்நிலையை வேறொரு நிலையோடு கூட இணைத்து புரிந்து கொள்வதற்காக சொல்லுவதுதான் ഉപമ എന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ സാദൃശ്യം അല്ലെങ്കിൽ പ്രതീകം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഒന്നും കൂടെ ലളിതമാക്കി പറയാം. ഒപ്പുമൈ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഒരു വസ്തുവിനെ, അറിയാതെ ഒരു കാര്യത്തെ അതിന് വേഗത്തിലും കുറച്ചും കൂടെ കൃത്യമായി നിങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന ദൃശ്യമായ വസ്തുക്കളെയാണ് സാദൃശ്യം എന്ന് പറയുന്നത്. നിങ്ങൾ അറിയാതെ ഒരു കാര്യത്തെ നിങ്ങൾ ஏற்கனவே அறிந்து கொண்டிருக்கிற ஒரு காரியத்தின் மூலம் உங்களுக்கு விளங்க சொல்வதுதான் உவமை என்று சொல்வார்கள். അപ്പോൾ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിരിക്കുക. പരിശുദ്ധ ആവിയാനവരെ பார்க்க முடியாது, അതിനാൽதான் കാറ്റോട് കൂടെ ഒപ്പുമൈപ്പെടുത്തി പേശിയിരിക്കുന്നത്. Am I right? Similar. Okay. അപ്പോൾ ഈ കാറ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെയും പ്രവർത്തനത്തെയും കാണിക്കാനാണ് കാറ്റിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധ ആവിയാനവരുடைய സ്വഭാവത്തെ കാണിപ്പதற்காகத்தான் ஏற்கனவே அவர்களுக்கு நன்கு தெரிந்த காற்றை அங்கு பயன்படுத்தி இருக்கிறார்கள். അപ്പോൾ നിങ്ങൾക്ക് കാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാറ്റ് എന്ന് ചൊല്ലുമ്പോൾ உங்களுக்கு டக்குன்னு புரிந்து கொள்வீர்கள். അപ്പോൾ കുറച്ചും കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താണ്, സവിശേഷത എന്താണ്. പരിശുദ്ധ ആവിയാനവரின் சுபாவம் என்ன, பரிசுத்த ஆவியானவரின் நிலைப்பாடு எப்படிப்பட்டதா இருக்கிறது என்று சொல்லி காற்றை சொல்லும்போது நீங்கள் வேகமாக புரிந்து கொள்வீர்கள். ശരിക്കും അക്ഷരാർത്ഥത്തിൽ കാറ്റും അദൃശ്യമാണ്. ഉണ്മയാക കാറ്റും பார்க்க முடியாது. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ നമുക്കറിയത്തില്ല. കാറ്റ് എങ്ങിരുന്ന് വരുகிறது എന്ന് ചൊല്ലി അത് എங்கே പോകുന്നത് എന്ന് ചൊല്ലി നമുക്ക് தெரியாது. നിങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിക്കിന്നാന്ന് അറിയാം, പക്ഷേ ഇതവന്റെ ഉത്ഭവം എവിടെ നിന്നാ നമുക്കറിയത്തില്ല. உங்களுக்கு காற்று எங்கிருந்து அடிக்கணும், ஒருவேளை வடக்கு திசை தெற்கு திசைன்னு சொல்ல முடியும், ஆனால் எங்கிருந்து இது தொடங்குகிறது, எங்கே உற்பத்தி ஆகிறது என்று உங்களுக்கு தெரியுமா? അതിന്റെ സമയം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അതിനുடைய നേരത്തെ നാം ഉறுதிப்பட கூறிவிட முடியாது. പക്ഷെ കാറ്റിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാற்றை ஆனால் நாம் அனுபவிக்க முடியும். കാറ്റിന്റെ ഫലം നമുക്ക് കാണാൻ പറ്റും. കാറ്റിൻ ബലനെ നാം കാണ മുടിയും എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കാണും കരികിലകളൊക്കെ മുറ്റത്ത് വീണ് കിടക്കുന്നു, കമ്പുകൾ ഒടിഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വീടിന്റെ ചില ഒരു സൈഡിലെ ഷീറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ അനുഭവിക്കാൻ പറ്റും. കാറ്റ് நம்ம நல்லா அடிக்கும் போது நம்ம வீட்டில் இருக்கிற மர இலைகள் கீழே விழும், கம்புகள் உடைஞ்சு விழும்,
சிலப்போ நம்ம சீட்டு கூட எங்கேயாவது ஒரு ஓரமா தூக்கிட்டு இருக்கோம். அப்போ நமக்கு தெரியும் காற்று வந்து போனதை அனுபவிக்க முடியும். അപ്പൊ കാറ്റിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. காற்றை உங்கள் கண்களால் பார்க்க முடியாது, ஆனால் நீங்கள் உணர்ந்து கொள்ள முடியும். അപ്പൊ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ജീവനുള്ള കാറ്റാണ്. பரிசுத்த ஆவியானவர் ஜீவனுள்ள காற்றை போல இருக்கிறார். പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്ന കാറ്റാണ്. பரிசுத்த ஆவியானவர் உங்களையும் என்னையும் ஜீவிக்கிற ஒரு காற்றாய் இருக்கிறார். ആത്മാവിന്റെ ചലനം എവിടെ തുടങ്ങുന്നു എങ്ങോട്ട് പോകുന്നു അറിയാൻ പറ്റത്തില്ല. ஆவியானவருடைய தொடக்கம் எங்கே இருக்கிறது, எப்படி போகிறது என்று சொல்லி நம்மால் புரிந்து கொள்ள முடியாது. എന്നാൽ ആത്മാവാകുന്ന കാറ്റിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ஆவியாய் இருக்கிற காற்றை நாம் அனுபவித்துக் கொள்ள முடியும். ആത്മാവിന്റെ കാറ്റ് നിമിത്തമുള്ള ഫലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ஆவியானவருடைய காற்றின் மூலமாய் உண்டாகிற பலனை நாம் காண முடியும். അപ്പൊ വീണ്ടും ജനനം മനുഷ്യനിൽ നടന്നത് പരിശുദ്ധാത്മാവെന്ന കാറ്റ് വീശിയപ്പോഴാണ്. மீண்டும் மறுபடியும் பிறக்கிற ஒரு அனுபவம் மனிதனில் ஏற்பட்டது பரிசுத்தாவியானவராகிய காற்று கூட. കാറ്റ് നോക്കി, നമ്മൾ ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ 3000 പേരാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് സഭയ്ക്കകത്ത് കയറിയത്. பெந்தேகோஸ்தே என்னும் நாளிலே 3000 பேர் ஒரு நாளிலே அவர்கள் ஆண்டவரை ஏற்றுக்கொண்டார்கள். എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോണ്ടിച്ചേരി പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ അതേ 3000 അല്ല, അതിന്റെ ഇരട്ടി സഭയ്ക്കകത്ത് കയറും. பாண்டிச்சேரி கடலூரிலே கர்த்தருடைய காற்று வீசப்படும் போது 3000 அல்ல, அதிலும் 2 மடங்கு கர்த்தருடைய ஜனங்கள் கர்த்தருடைய சபைக்குள்ளே வருவார்கள். ആമേൻ, ஆமென். നിങ്ങൾക്കൊരു സന്തോഷമില്ല? ஒரு சந்தோஷம் இல்லையா உங்களுக்கு? ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല? அநேக ஆத்துமாக்கள் ரட்சிக்கப்படுவார்கள் என்று சொல்லும்போது உங்களுக்கு ஒரு சந்தோஷம் இல்லையா? ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா. ഇനി കാറ്റിന്റെ മറ്റൊരു പ്രത്യേകത, இனி காற்றோடைய வேறொரு விசேஷித்த காரியம் என்ன தெரியுமா? ഒരു കൊടുങ്കാറ്റ് വീശി എന്ന് ചിന്തിച്ചോ? ஒரு புயல் காற்று வீசி புயல் காற்று அடித்தது என்று நினைத்துக் கொள்ளுங்கள். എന്താ സംഭവിക്കുന്നത്? என்ன நடக்கும்? വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളെയൊക്കെ ഈ കാറ്റ് ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് ഇതിനെ തിരിച്ചു വെക്കും. அநேக நாட்களாய் கட்டப்பட்ட கட்டடங்களை புயல் காற்று அடிக்கும் போது ஒரு நிமிடத்திலே அதையெல்லாம் கீழே தள்ளிவிடும். എന്ന് പറഞ്ഞാൽ അനേക വർഷങ്ങളായി വളർന്നുയർന്നു നിൽക്കുന്ന മരങ്ങളെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അത് മറിച്ചിടും. அநேக ஆண்டுகளாக வளர்ந்து நிற்கிற பெரிய மரங்களையும் ஒரு காற்று அப்படியே அதை கீழே தள்ளிவிடும். എന്ന് പറഞ്ഞാൽ കാറ്റിന് ഭയങ്കര ശക്തിയാണ്. காற்றுக்கு பயங்கர வல்லமை உண்டு. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് പിശാച് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കെട്ടി ഉയർത്തിയ കോട്ടകളെ ആത്മാവിന്റെ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു മാറും. அநேக நூற்றாண்டுகளாய் பிசாசு உங்கள் மீது கட்டி வைத்திருக்கிற பெரிய காரியங்களை ஒரு பரிசுத்த ஆவியானவருடைய காற்றின் வல்லமை அதை அசைத்து விடும். ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഓറാബാ സെഥേരിയാന്തര. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന്റെ കാറ്റ് അത്രമാത്രം ശക്തിയുള്ളതാണ്. ആവിയാനവരുடைய കാറ്റുக்கு அப்படிப்பட்ட ஒரு வல்லமை இருக்கிறது. നിങ്ങളെ അതെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഉയർത്തി വെച്ചിരിക്കുന്ന മതിലുകളെ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ ആത്മാവിന്റെ കാറ്റിന് പറ്റും. உங்களை வாழ்க்கையிலே அடுத்த நிலைக்கு கடந்து போக கூடாதபடிக்கு, வாழ்க்கையிலே உயர முடியாதபடிக்கு, முன்னேற்றத்தை காண முடியாதபடிக்கு தடை செய்திருக்கிற எல்லாவற்றையும் பரிசுத்த ஆவியானவருடைய காற்று இப்பொழுதே தடைகளை எல்லாம் தகர்த்தெறிகிறது இயேசுவின் நாமத்தில். ഹല്ലേലൂയ. ஆமென். ഇനി പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ അടുത്ത പ്രത്യേകത, பரிசுத்த ஆவியானவருடைய காற்றின் அடுத்த விசேஷித்த காரியம் என்ன தெரியுமா? ഇന്ന് നമ്മൾ പാടിയില്ലേ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യം എഴുന്നേറ്റത് എങ്ങനെയാണ്? இன்றைக்கு நாம் பாடினோமே, ஒரு எலும்புகளின் பள்ளத்தாக்கில், காய்ந்த எலும்பு பள்ளத்தாக்கிலே ஒரு பெரிய சேனை எழும்பினது என்று சொல்லி பாடினோம் அல்லவா? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ അസ്ഥികൾ ജീവൻ പ്രാപിച്ചു? எப்படி பரிசுத்த ஆவியானவருடைய காற்று அந்த காய்ந்த எலும்புகள் மீது உலர்ந்த எலும்புகள் மீது வீசப்பட்ட போது ஒரு சேனை எழும்பினது എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിങ്ങളിൽ വീശിയാൽ നിങ്ങളുടെ നിർജീവത്വങ്ങൾ മാറും. பரிசுத்த ஆவியானவருடைய காற்று உங்களில் வீசப்படும் போது உலர்ந்த எலும்பு போல இருக்கிற எல்லா அனுபவங்களும் இயேசுவின் நாமத்தில் மாறும். ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ജീവിപ്പിക്കുന്ന കാറ്റാണ്. பரிசுத்த ஆவியானவருடைய காற்று நம்மை ஜீவனோடு எழுப்புகிறதா இருக்கிறது. ഇനി അതേ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് അഗ്നിജ്വാല, അപ്പൊ അഗ്നിയോട് സദൃശപ്പെടുത്തിയിരിക്കുക പരിശുദ്ധാത്മാവിനെ. அங்கே நாம் பார்க்கிறோம் அக்கினி ஜுவாலை, அக்கினிமயமான நாவுகள் என்று சொல்லி பார்க்கிறோம். എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അഗ്നി പോലെ അവർക്ക് തോന്നി, അഗ്നി ജ്വാല പോലെ. பெந்தேகோஸ்தே நாளில் பரிசுத்த ஆவியானவர் வந்தபோது அவர்கள் பார்ப்பதற்கு அக்கினி போல காணப்பட்டது. அப்ப സ്വർഗീയ അഗ്നിയാണ് പരിശുദ്ധാത്മാവ്. பரலோக அக்கினி தான் பரிசுத்த ஆவியானவர். அப்ப അഗ്നിയുടെ പ്രത്യേകതകൾ എന്താ? அக்கினியுடைய தீயுடைய விசேஷித்த காரியம் என்ன? തീ നമുക്ക് വെളിച്ചം നൽകും.
തീ നമുക്ക് വെളിച്ചத்தை தருகிறது. അപ്പോൾ ദൈവാത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് പ്രകാശിക്കാൻ പറ്റും. தேவனுடைய ஆவியானவரால் நாம் நிரப்பப்படும்போது கிறிஸ்துவுக்காக நாம் பிரகாசிக்க முடியும். വചനം നമ്മിൽ കത്തുമ്പോൾ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കാൻ പറ്റും. வசனம் நமக்குள்ளே கொழுந்து விட்டு எரியும் போது கிறிஸ்துவுக்காய் நாம் வெளிச்சம் கொடுக்க முடியும். അപ്പോൾ ദൈവത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടം കരിക്കട്ടകളെയല്ല, ദൈവത്തിന് ആവശ്യം ഒരു കൂട്ടം അഗ്നിജ്വാലകളെയാണ്. தேவனுக்கு தேவையானது ஒரு கூட்டம் கரி கூட்டைகள், கரி அல்ல. ஆண்டவருக்கு தேவை ஒரு கூட்ட அக்கினியாய் இருக்கிறவர்கள். കരിക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ അഗ്നിക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റും. കരിക്ക് വെളിച്ചത്തെ കൊടുക്ക முடியாது, ஆனால் അഗ്നിക്ക് തീക്ക് വെളിച്ചത്തെ തര முடியும். ഇനി അടുത്തത് അഗ്നി ശുദ്ധീകരിക്കുന്നതാണ്. ഇനി അടുത്തത് பார்த்தோம் என்று சொன்னால் അഗ്നി നമ്മை சுத்தப்படுத்துகிறதா இருக்கிறது. എന്ന് പറഞ്ഞാൽ അശുദ്ധിയെയും അഴുക്കിനെയും ഒക്കെ ചാമ്പലാക്കി കളയാൻ അഗ്നിക്ക് പറ്റും. എല്ലാ അഴുக்கைയും എല്ലാ അശുദ്ധത്തെയും സാമ്പലാക്ക അഗ്നിക്ക് വല്ലമേ இருக்கிறது. ഇനി മൂന്നാമതായിട്ട് അഗ്നിയുടെ പവർ എന്ന് പറഞ്ഞാൽ ചലനശക്തിയാണ്. ചലനശക്തി, മൂവ്മെന്റ്, ദ പവർ ടു മൂവ്. ഓക്കേ, അഗ്നിക്ക് അത് വേഗமாக നഗരുகிற, ചലിക്കാനുള്ള ശക്തിയുണ്ട്. വേഗமாக നഗരുகிற ഒരു തന്മ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ എഞ്ചിന്റെ അകത്ത് പെട്രോൾ കത്തുമ്പോഴാണ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കേ, അഗ്നിക്ക് വല്ലமை ഉണ്ട്, വേഗமாக இயக்குகிற ஒரு வல்லமை ഉണ്ട്. ഒരു യന്ത്രത്തെ വേഗமாக இயக்குகிற ഒരു വല്ലமை அந்த അഗ്നിക്ക് ഉണ്ട്. നിങ്ങളുടെ വാഹനത്തിന്റെ അകത്ത് പെട്രോൾ ആകട്ടെ ഡീസൽ ആകട്ടെ, ഇത് അതിന്റെ അകത്ത് കത്തുമ്പോഴാണ് ആ എഞ്ചിൻ മൂവ് ആവുന്നത്, ഇത് സ്റ്റാർട്ട് ആവുന്നത്. உங்களுடைய வாகனத்திலே பெட்ரோல் ஆகட்டும் டீசல் ஆகட்டும், டீசலாக இருக்கட்டும், இது எல்லாம் எரியும் போதுதான், அந்த எரிகிற ஆற்றலில் தான் വാഹനം വേഗமாக പോകുന്നത്. അപ്പോൾ പെട്രോൾ ഡീസൽ വണ്ടിക്കകത്ത് ഇരിക്കുന്നത് പോലെ വചനം ഒരു ഇന്ധനമാണ്. பெட்ரோலும் டீசலும் வண்டிக்கு உள்ளே இருக்கிறது போல நம்முடைய இருதயத்திற்குள்ளே கர்த்தருடைய வார்த்தை ஃபியூவலாக இருக்க வேண்டும். അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാകുന്ന അഗ്നി, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ വചനമാകുന്ന ഇന്ധനത്തെ കത്തിക്കുമ്പോഴാണ് നമുക്ക് അതേ ആത്മീകമായി ചലിക്കാൻ പറ്റത്തുള്ളൂ. பரிசுத்த ஆவியானவர் இந்த வசனமாக இருக்கிற ஃபியூவலை எரிக்கும் போதுதான் நமக்குள்ளே ஒரு ஆற்றல் வெளிப்படும், நாம் வேகமாக செயல்பட முடியும். അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് ഈ വചനം ഉള്ളിക്കത്തണം. பரிசுத்த ஆவியானவருடைய அக்கினியினாலே நமக்குள்ளே இருக்கிற அக்கினி എരിയ வேண்டும், പറ്റി എരിയ வேண்டும். ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ നമ്മൾ അറിയാതെ നമ്മൾ ചലിക്കാൻ തുടങ്ങും. பரிசுத்த ஆவியானவர் உங்களிடத்தில் வரும்போது நீங்கள் அறியாமல் அசைய தொடங்குவீர்கள். എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ കണ്ടിട്ടില്ലേ, എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ കണ്ടിട്ടില്ലേ, ഫ്യൂല് കത്താൻ തുടങ്ങും, എഞ്ചിൻ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്ത് ചലിക്കും. ഒരു കാറ് സ്റ്റാർട്ട് பண்ண ഉടനെ அந்த വണ്ടി அப்படியே கொஞ்சம் ஒரு அதிர்வு ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ സഭയിൽ വരുമ്പോ എന്തുകൊണ്ടാണ് ഈ ജനം ചലിക്കുന്നതെന്ന് അറിയാവോ? ഈ അകത്ത് ഫ്യൂല് കത്തുന്നോണ്ടാ. സഭയിലെ ചിലപ്പോ ജനങ്ങൾ ഏൻ இப்படி அசைகிறார்கள் என்று சொன்னால் அவர்களுக்குள்ளே ஆவியானுடைய ஒரு ஆற்றல் வெளிப்பட்டு கொண்டிருக்கிறது. നമ്മളോർക്ക് ഇവൻ എന്നടാ ഈ കിടന്ന് ചാടുന്ന, ഇവൻ എന്താ ഈ ചാടുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഫ്യൂല് കിടന്ന് കത്തുന്നോണ്ടാണ് അനങ്ങുന്നത്. நம்ம பாப்போம் சிலரை, ஐயோ இது என்ன இப்படி துள்ளிக்கிட்டே இருக்கிறான், என்னன்னே தெரியல அப்படின்னு. ஆனால் இதற்குள்ளே பரிசுத்த ஆவியானுடைய வல்லமை கிரியை செய்து கொண்டிருக்கும் போது மாம்ச சரீரம் அப்படி இருக்க முடியாது, அது ஒரு அசைவை ஏற்படுத்தும். ஹல்லேலூயா. പരിശുദ്ധാത്മാവ് ഉള്ളി കത്തുമ്പോൾ അറിയാതെ ചലിക്കും. பரிசுத்த ஆவியானவர் நமக்குள்ளே செயல்பட ஆரம்பிக்கும் போது நம்மை அறியாமல் அசைவுகள் ഉണ്ടാകും. ഞാൻ ഈ പണ്ടൊക്കെ ഈ ബ്രെഡിൽ ജാം തേക്കുന്ന പോലെയായിരുന്നു കൈ അടിച്ചോണ്ടിരുന്നത്. நான் முன்னாடி சர்ச்சில் கை தட்டுறது பிரெட்ல ஜாம் தடவுறது மாதிரி ഇങ്ങനെയായിരുന്നു. அது மெதுவா ഇങ്ങനെയായിരുന്നു പയ്യെ കൈ വലിക്കാ പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി யாருக்கும் பக்கத்துல இருக்க யாருக்கும் எந்த தொல்லை இல்லாத அப்படி மெதுவா பிரெட்ல ஜாம் தடவுற மாதிரி. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അറിയാതെ എന്റെ കൈ ചലിക്കാൻ തുടങ്ങി. பரிசுத்த ஆவியானவர் என் மீது வந்தபோது என்னை அறியாமல் கை அசைய தொடங்கினது. അപ്പം നമ്മൾ അറിയാതെ ഒരു ശക്തി നമ്മുടെ മേലേക്ക് വരും, നമ്മൾ അറിയാതെ കൈയൊക്കെ ചലിക്കും. நாம் அறியாத ஒரு வல்லமை நம்ம மீது வெளிப்படும், நாம் அறியாமல் நாம் കരങ്ങളെ തട്ടുவோം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് വരുമ്പോഴത്തേനും ഒരു ഇലക്ട്രിക് കറണ്ട്, ഈ കറണ്ടിലേക്ക് കൈ പിടിച്ച് എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ കരങ്ങൾ കാലുകളൊക്കെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോ നാം അറിയാതെ ചില നേരങ്ങളിൽ நம்ம சர்ச்சில் மைக்கத்தால அடிக்கும், இப்படி ஏதாவது எலக்ட்ரிக் எல்லாம் தொட்டுட்டோம் அப்படின்னா நம்மள அறியாம ஒரு வைப்ரேட் ഉണ്ടാകും இல்லையா? அது மாதிரி ஒரு அனுபவம் நமக்கு ஏற்படும். ഞാൻ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കാലിൽ ഇങ്ങനെ ഒരു അനക്കം, കാലിങ്ങനെ അനങ്ങുക. நான் இப்படி ஜெபித்து கொண்டிருக்கும் போது என் கால் இப்படி கொஞ்சம் அசைகிறது. ഞാൻ ഓർത്ത് ഇത് മരച്ചിട്ടായിരിക്കും ഓർത്തുകൊണ്ട് ഞാൻ കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. நான் இது கால் மரத்து விட்டது, இங்க மரத்து விட்டதுன்னு சொல்லுவாங்க, அப்படி உட்கார்ந்துட்டே இருந்தா ஒரு மாதிரி பண்ணுவேன், மரத்து விட்டதுன்னு சொல்லி அந்த காலெல்லாம் நான் அப்படி சரி பண்ணிட்டே இருந்தேன். പക്ഷേ ഈ കാല് പിന്നെ അനങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. ஆனாலும் இப்படி சரி பண்ணாலும் அது இப்படி அசைஞ்சிக்கிட்டே இருக்குது. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൈ അനങ്ങാൻ തുടങ്ങി. அதுக்கப்புறம் என் கை கொஞ்சம் அப்படியே அசைய தொடங்கிடுச்சு. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കൈ അനങ്ങാൻ തുടങ്ങി. அப்புறம் ரெண்டு கையும் சேர்ந்து அசைய தொடங்கி விட்டது. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ നിലത്തുനിന്ന് ഉയരാൻ തുടങ്ങി. அப்புறம் கொஞ்ச நேரத்துல நான் தரையில நிக்கல, அப்படியே கொஞ்சம் கொஞ்சமா ഉയര ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു പന്ത് ഇങ്ങനെ എറിഞ്ഞാ തെറിച്ച് തിരിച്ചു വരുന്നത് പോലെ
ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. ഒരു പന്ത് നമ്മ തറയിൽ അടിച്ച് വിளையாடும் போது எப்படி ஜம்ப் பண்ணுமோ அதை போல ஒரு சிறிய அனுபவம் எனக்கு உண்டானது. അപ്പോൾ ഈ പെന്തക്കോസ്റ്റ് ശരിക്കും ഒരു അനുഭവമാണ്. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. பெந்தெகோஸ்த் என்பது ஒரு அனுபவமாக இருக்கிறது. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാൻ അനങ്ങാൻ തുടങ്ങും. பரிசுத்தாவியானவர் உங்களில் வரும்போது உங்களை அறியாமல் உங்களுக்குள்ளே ஒரு அசைவுகள் உண்டாகும். ഇനി മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ ആരെങ്കിലും എണ്ണ കൊണ്ട് ഒഴിക്കുന്ന പോലെ നിങ്ങളുടെ തലയിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. அனுபவம் என்று சொன்னால் உங்களுடைய தலையிலே ஒரு எண்ணெயை ஊற்றப்படுவது போல நீங்கள் அனுபவிப்பீர்கள். നിങ്ങൾക്ക് തോന്നും ആരോ കൊണ്ട് എന്റെ തലയിൽ എണ്ണ ഒഴിച്ചെന്ന് നിങ്ങൾക്ക് തോന്നും. யாரோ உங்களுடைய தலையிலே எண்ணெயை வைத்தது போல உங்களுக்கு ஒரு தோணல் உண்டாகும். അടുത്ത ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വല്ലാതെ ഒരു ഫ്രീസിംഗ് അനുഭവം, ഒരു തണുപ്പ്, ഒരു കുളിര് പോലെ ഒരു അനുഭവം ഉണ്ടാകും. நம்முடைய கரங்களில் இருக்கிற முடியெல்லாம் அப்படியே அட்டென்ஷன்ல நிக்கும். ஒரு ஃப்ரீசிங் அனுபவம் நமக்கு சிலப்போ உண்டாகும். അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അങ്ങനെയും അനുഭവപ്പെടാം. பரிசுத்த ஆவியானவர் வரும்போது சில நேரங்களில் அப்படிப்பட்ட அனுபவங்களும் உண்டாகும். അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഫ്രാഗ്രൻസ്, ഒരു നല്ല ഒരു പെർഫ്യൂമിന്റെ പോലത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ മണക്കാത്ത ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാം. சில நேரங்களிலே பரிசுத்த ஆவியானவர் நம்மிடத்தில் வரும்போது இதுவரையிலும் நாம் முகர்ந்திராத நறுமணங்கள் நம்மில் வீச தொடங்கும். ഇനി അടുത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു തീക്കകത്തൂടെ കയറി ഇറങ്ങിയതുപോലെ നിങ്ങളുടെ ശരീരം പൊള്ളാൻ തുടങ്ങും, നിങ്ങളുടെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങും. சில நேரங்களிலே நீங்கள் ஏதோ ஒரு தீக்குள்ளர போயிட்டு வெளியில வருவது போல உங்களுடைய ശരീരത്തിലെ ഒരു ചൂട് ഉണ്ടാകും. നിങ്ങൾ ഇരിക്കുന്നത് അത് നല്ല മഴയുള്ള സമയത്താണ്, നിങ്ങൾ ഇരിക്കുന്നത് തണുപ്പത്താണ്. ചൂട്. നിങ്ങളുടെ ശരീരം ഹോട്ട് ആകും, നിങ്ങളുടെ ശരീരം ஒருவேளை இப்போது இருக்கிறது போல நல்ல மழை காலமாக இருந்தாலும் நம்மை அறியாமல் நம்முடைய ശരീരത്തിലെ ഒരു അഗ്നി ചൂട് പോലെ ഒരു സൂழ்நிலை ஏற்படும். അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇതെല്ലാം പരിശുദ്ധ ആവിയാനവർ വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളിലെ നാം ഉണരக்கூடிய നിലയിലെ കാണപ്പെടുന്ന ചില മാറ്റങ്ങളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇനി അടുത്തത് നിങ്ങൾക്ക് ചിലപ്പം ഈ ഫാൻ നിങ്ങളുടെ നേരെ തിരിച്ചു വെച്ച് ആരോ കാറ്റടിപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് കാറ്റടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകാം. ഒരു ഫാന് உங்களுக்கு நேரா திருப்பி வச்சு காற்றடிப்பது போல ஒரு நல்ல அழகான ஒரு கூலிங் കാറ്റ് கிடைக்கிற ഒരു അനുഭവം உங்களுக்கு ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നും ആരോ ഏതോ ഫാൻ എന്റെ മുഖത്തേക്ക് തിരിച്ചാന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷേ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാകാം. நீங்க அப்படி யோசிக்கும் போது யாரோ நமக்கு நேரா ஃபேனை திருப்பி இருக்காங்க அப்படிங்கிற ஒரு அனுபவம் போல ஒரு தோணல் ഉണ്ടാകും. ஆனா കണ്ണ് திறந்து பார்க்கும்போது அங்க ஃபேனே இருக்காது. ഇനി മൂന്നാമതായിട്ട് നാലാമതായ അടുത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരോ ഒന്ന് പിടിക്കുന്നതായിട്ട്, നിങ്ങളുടെ തലമേൽ ആരോ തൊടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. உங்களை யாரோ தொடுவதாக, உங்களுடைய தலையின் மீது யாரோ கை வைக்கிற ஒரு அனுபவம் உங்களுக்கு ഏർപ്പെടും. നിങ്ങൾ നോക്കും പാസ്റ്റർ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കും, പക്ഷേ പാസ്റ്റർ അല്ല, മനുഷ്യന്റേതല്ലാത്ത ഒരു കരം നിങ്ങളെ തൊടുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും. நீங்க நினைப்பீங்க ஒருவேளை பாஸ்டர் வந்து கை ஜெபம் பண்றாருன்னு நினைப்பீங்க, ஆனா மனுஷன் அல்லாத வேறொரு கரம் உங்கள் மீது அமருகிறதை நீங்கள் அனுபவிப்பீர்கள். അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. அது உங்களுடைய வாழ்க்கையிலே பெரிய மாற்றத்தை ஏற்படுத்தும். ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അനുജന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വന്നത് മനുഷ്യന്റേതല്ലാത്ത ഒരു കരം അവനെ തൊട്ടപ്പോഴാണ്. என்னுடைய தம்பியுடைய வாழ்க்கையிலே மனிதனுடைய கரம் அல்லாத வேறொரு கரம் தொடும்போது அவனுடைய வாழ்க்கையில ஒரு பெரிய மாற்றம் ஏற்பட்டது. അവനൊരു സാധാരണക്കാരനെ പോലെ ഇരുന്നതാ ചർച്ചിന്റെ അകത്ത്. அவன் ஒரு சாதாரணக்காரனை போல சபையிலே உட்கார்ந்து கொண்டிருந்தான். നിങ്ങൾ പലരും ഇരിക്കുന്നത് പോലെ പടമൊക്കെ വരച്ച് അതെ അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടിയൊക്കെ ഇരുന്നതാ. உங்களை போல நிறைய படமெல்லாம் வரைச்சி பக்கத்துல குத்தி இங்க ஒரு குத்தி பக்கத்துல எல்லாம் பேசி விளையாண்டுகிட்டு இருக்க மாதிரி தான் அவன் விளையாண்டுகிட்டு இருந்தான் அன்னைக்கு சர்ச்சில். അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്നാ, அப்படி இப்படி பக்கத்துல பாத்துக்கிட்டே இருந்த மாதிரி தான். പക്ഷെ എന്ന് ഈ കരം അവനെ തൊട്ടോ അന്ന് മാറ്റം വന്നു. என்றைக்கு இந்த கரம் அவன் மீது தொட்டதோ அன்றைக்கு அவனுடைய வாழ்க்கையிலே ஒரு மாற்றம் உண்டானது. അവന്റെ സ്വഭാവത്തിന്റെ അകത്ത് മാറ്റം വന്നു. அவனுடைய സ്വഭാവത്തിലെ ഒരു മാറ്റം ഉണ്ടാനது. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളുടെ മേൽ വന്നു വീണാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. പരിശുദ്ധാവിയാനവരുടെ കരം உங்கள் மீது விழும்போது உங்களுடைய வாழ்க்கையிலே பெரிய மாற்றங்கள் ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഈ പകലിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഒരു കരസ്പർശനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. இந்த நாள் காலவேளையிலே நீங்கள் விரும்ப வேண்டியதும் வேண்டுவதும் நீங்கள் எதிர்பார்ப்பதும் பரிசுத்தாவியானவருடைய கரம் உங்கள் மீது தொடப்பட வேண்டும், அமர வேண்டும். ഈ പരിശുദ്ധാത്മാവ് വന്നാലുള്ള ഗുണം എന്നാണെന്നറിയാവോ? பரிசுத்தாவியானவர் வந்தா என்ன நடக்கும் தெரியுமா? നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് ശ്രമിച്ചാൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. உங்களுடைய திறமையினாலே ட்ரை பண்ணா என்னன்னு நான் சொல்லி தரேன். ഈ അമ്പും വില്ലും കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? அம்பு வில் எல்லாம் எத்தனை பேர் பார்த்திருக்கீங்க? அம்பு வில் தானே? அம்பு வில். അപ്പൊ ഈ അമ്പ് വില്ലിൽ വെച്ച് എയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാണുണ്ട്, ആ ഞാൻ വലിച്ചിട്ടാണ് എയ്യുന്നത്. அம்பு வில்லில வச்சு செலுத்துவது எப்படி, எய்வது எப்படின்னா அந்த கயிறுல அப்படி டாக் பண்ணி இழுப்பாங்க. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ലോകേഷ് ബ്രദർ അമ്പ് ചെയ്യുന്നതും അതെ ഇവിടെ ഇരിക്കുന്ന വേറെ ആരാ, ഇപ്പൊ ഈ ജോഷു അമ്പ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം കാണാം. இங்க இருக்கிற லோகேஷ் பிரதர் அம்பு எய்கிறதை விட
ജോസുവ അമ്പ് എയ്യുന്നതിനും രണ്ടുപേർക്കും വ്യത്യാസമുണ്ട്. ഈ ജാനിസ് ചെയ്യുന്നതിന് വ്യത്യാസം കാണാം. ஜானிஸ் அம்பு விட்டானா அதுக்கு வித்தியாசமா இருக்கும். ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എയ്യുന്നതിന്റെ അകത്ത് വ്യത്യാസം കാണാം. இந்த பிள்ளைங்க ஒருவேளை அம்பு கொடுத்து விட்டாங்கன்னா அது இன்னும் வித்தியாசமா இருக்கும். എന്താണ് ആ വ്യത്യാസം കൊണ്ടുവരുന്നത്? வித்தியாசம் இருக்கும். അവരുടെ സ്ട്രെങ്തിന്റെ അനുസരിച്ചാണ് അവർ ആ ഞാൺ വലിക്കുന്നത്. அவருடைய பலத்திற்கு ஏற்றால் போல அவர்கள் அந்த அது என்ன അമ്പை ഇழுത്ത് വിടുവാர்கள். അമ്പ എന്ന് പറഞ്ഞാൽ ഒരു ഞാണുണ്ട്, ഒരു വള്ളി പോലെ ഉണ്ട്, സ്ട്രിംഗ് ഉണ്ട്. ആ സ്ട്രിംഗ് ഇങ്ങനെ വലിക്കുമ്പോൾ വലിച്ചിട്ടാണ് ഇത് വിടുന്നത്. அந்த கம்பியையோ அந்த கயிறையோ அவர்கள் ബലത്തിற்கு തകർന്നാർ പോലെ ഇழுത്ത് വിടുവാர்கள். ഇപ്പോ ലോകേഷ് ബ്രദർ ആണെങ്കിൽ കുറച്ചും കൂടി ആരോഗ്യമുണ്ട്, അദ്ദേഹം നല്ലതായിട്ട് വലിക്കും, വലിച്ചു വിടും. ലോകേഷ് ബ്രദർ ആകുന്ന ജിമ്മെല്ലാം പോയി നല്ല ആരോഗ്യമാ ഇരിക്കാൻ നല്ല പവറിൽ എടുത്തു വിടുവാര്. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ആരെല്ലാം ആണെങ്കിൽ അത്രയും പവർ ഇല്ല, അവർക്ക് അത്രയും വലിക്കാൻ പറ്റത്തില്ല. ജാനിസാ இருந்தா அப்படியே വിടുവാ, അങ്കേതാ വിടും. ഇപ്പൊ ഗുണബ്രദറിന്റെ മോനാണെങ്കിൽ അവൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ വരെ വന്ന് വീഴത്തുള്ളൂ. നമ്മ ഗുണബ്രദറുടെ പയ്യനാ இருந்தா അവൻ അമ്പ വിട്ടാன்னா அது அங்கதான் கிடக்கும். அப்போ ஓரோ அவരുടെ ஸ்ட்ரெങ്തിനനുസരിച്ചാണ് വിടുന്നത്. ஒவ்வொருவரும் அவர்களுடைய பலத்திற்கு தகுந்தார் போலத்தான் அம்பை விடுகிறார்கள். അപ്പോൾ അഭിഷേകം ഇല്ലാതെ ഓടിയാൽ നിങ്ങളുടെ ബലത്തിനനുസരിച്ച് നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. அபிஷேகம் இல்லாமல் நீங்கள் ஓடினால் உங்கள் பலத்திற்கு ஏற்றார் போல உங்களுடைய ஓட்டத்தில் வித்தியாசம் உண்டாகும். അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബലം പ്രയോഗിക്കണം, നിങ്ങൾ ഈ ടാർഗറ്റിൽ ചെന്ന് വീഴാൻ. அப்போ நீங்க உங்க பலத்துல ஓடும்போது நீங்க உங்க பலனை இன்னும் அதிகமா அந்த டார்கெட் அந்த எல்கையை அடைவதற்கு உங்களுடைய பலத்தை அதிகமாக உபயோகிக்க வேண்டி வரும். പക്ഷേ ഈ അഭിഷേകം ഉള്ളവന്റെ പ്രത്യേകത ഈ അമ്പ എന്ന പോലെയല്ല, അതൊരു ഒരു ഗണ്ണിന്റെ ട്രിഗർ വലിക്കുന്ന പോലെയാണ്. ஆனால் அபிஷேகம் பெற்றவனுடைய நிலை அம்பு எய்கிறது போல அல்ல, ஒரு கன்னல ட்ரிகரை இழுக்கிறது போல இருக்கும். എന്ന് പറഞ്ഞാൽ ഒരു ഗണ്ണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് ചിന്തിക്കുക. ஒரு கன்னை இங்க செட் பண்ணி வச்சிருக்காங்கன்னு நினைச்சுக்கோங்க. அது ടാർഗറ്റിലേക്ക് വെച്ചേക്കാണ് പോയിന്റ് ചെയ്ത്. அதை எய்ம் பண்ணி டார்கெட்ல வச்சிருக்காங்க. അതിപ്പോ ജാനസി വന്ന ട്രിഗർ വലിച്ചാലും അത് ലോകേഷ് ട്രിഗർ വലിച്ചാലും സെയിം സ്പീഡിൽ അത് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. அது ஜானிஸ் வந்து அந்த ட்ரைகரை உபயோகப்படுத்தினாலும் லோகேஷ் வந்து அந்த ட்ரைகரை உபயோகப்படுத்தி கன்னை யூஸ் பண்ணாலும் அது அதே வேகத்தில் ஜானிஸ்க்கு எந்த அளவு கன்னோட கெப்பாசிட்டி இருக்கோ அதே கெப்பாசிட்டியில லோகேஷ் யூஸ் பண்ணும்போதும் போகும். കാരണം ഗണ്ണ് സെറ്റ് ചെയ്തേക്കും ഓൾറെഡി. ஏனென்றால் கன் ஏற்கனவே செட் செய்யப்பட்டிருக்கிறது எல்கையை அடையும்படிக்கு. അതിന്റെ അകത്ത് വ്യക്തിയുടെ ബലമല്ല ആവശ്യം, ആ ട്രിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. அதற்கு கன்னை உபயோகப்படுத்துவதற்கு மனிதர்களுடைய பலன் அவசியம் அல்ல, அந்த ட்ரைகரை நீங்க உபயோகப்படுத்தினால் போதும். അപ്പോൾ അഭിഷേകത്തിൽ ചലിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബലം അവിടെ ആവശ്യമില്ല. அபிஷேகத்தில் நீங்கள் செயல்படும்போது உங்களுடைய பலம் அவசியம் அல்ல, அது എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രവർത്തികൾ വെളിപ്പെടും. நீங்கள் நினைப்பதை காட்டிலும் அதிகமாய் தேவனுடைய செயல்பாடுகள் வெளிப்படும். അപ്പോൾ ഇനി അടുത്തത് ഈ പരിശുദ്ധാത്മാവിനെ ജീവജല നദിയോട് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് നദിയോട് കൂടെ ജീവ നദിയോട് കൂടെ ഒപ്പുമയാக കൊടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വെള്ളത്തോട് ആത്മാവിനെ ഉപമിച്ചിരിക്കുക, ജലത്തോട് കൂടെ ആവിയാനവരെ ഉപമപ്പെടുത്തി ഇരിക്കുകയാണ്. തണ്ണി ശരിക്കും എന്തിനാ? തണ്ണീർ என்ன? ഒന്ന് ദാഹശമനത്തിനാണ്, നമ്മൾ കുടിക്കാൻ തണ്ണി ഉപയോഗിക്കും. ദാഹത്തിற்காக നാം ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവന്റെ നിലനിൽപ്പിന് ദാഹശമനത്തിന് വെള്ളം ആവശ്യമാണ്. ജീവനോട് ഇരുപ്പதற்கும் ദാഹം തീർപ്പதற்கும் തണ്ണീർ മിക അവശ്യமாக இருக்கிறது. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനാലുള്ള ദാഹം മാറ്റാൻ ഉലകത്തിൽ ഒരു വെള്ളത്തിനും കഴിയത്തില്ല, അത് പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. നമ്മുടെ ആത്മ ദാഹത്തെ മാറ്റ ഉലകത്തിൽ ഉള്ള ഒരു തണ്ണീർക്ക് முடியாது, അത് പരിശുദ്ധാവിയാനവരാൽ மட்டும்தான் முடியும். ഇനി അടുത്തത് വെള്ളം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പാത്രം കഴുകാൻ ഉപയോഗിക്കും, നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കും, തുണി അലക്കാൻ ഉപയോഗിക്കും. അടുത്തത് തണ്ണി എதுக்கு യൂസ് பண்ணுவீங்க? பாத்திரம் கழுவ யூஸ் பண்ணுவீங்க, துணி துவைக்க யூஸ் பண்ணுவீங்க. മലയാളം നല്ല தெரிஞ்சுக்கிட்டீங்க. ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് തണ്ണി ഉപയോഗിക്കുന്നത്. പരിശുദ്ധമാക്കുവதற்காக ശുദ്ധീകരിப்பதற்காக തണ്ണീരെ നിങ്ങൾ பயன்படுத்துகிறீர்கள். അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകും. പരിശുദ്ധ ആവിയാനവർ നമ്മിൽ വരുമ്പോൾ നമ്മിടത്തിലെ ഒരു പരിശുദ്ധം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന്റെ അകത്ത്, നമ്മുടെ ഇടപാടുകൾക്കകത്ത് അവിടെ എല്ലാം ഒരു ശുദ്ധീകരണം ഉണ്ടാകും. പരിശുദ്ധ ആവിയാനവർ നമ്മിൽ വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ ഒരു മാറ്റം ഉണ്ടാകും, നമ്മുടെ செயல்பாடுகளிலே ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്ന നിർമ്മല ജലമാണ് പരിശുദ്ധാത്മാവ്. നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു നല്ല തണ്ണീർ தான் പരിശുദ്ധ ആവിയാനവർ. ഇനി അടുത്തത് തണ്ണിയുടെ അടുത്ത ഗുണം എന്നാ? അടുത്തത് നീരുടെ അടുത്ത ഗുണം என்ன? ഒരു ചെടി നടുമ്പോൾ അത് വളരാൻ നമ്മൾ തണ്ണി ഒഴിക്കും. ഒരു ചെടി നടുമ്പോൾ അത് വളരുവதற்கு നാം നീർ കട്ടായമായി അവശ്യമായി ഇരിക്കുന്നത്. ഒരു മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, നോക്കിയേ, മഴ പെയ്യുമ്പോൾ ഈ വയലുകളിലൊക്കെ പുല്ലുകൾ പുതുതായിട്ട് കിളുത്തു വരിക, കാരണം ആ വെള്ളത്തിന്റെ ഗുണമാണത്. മഴ പെയ്യുമ്പോൾ പുതിയதாக അനേക പുൽപ്പൂണ്ടുകൾ മുളയ്ത്തു വരും.
அது இந்த மழைக்கு தண்ணீருக்கு உள்ள വല്ലമൈ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ നദി വരുമ്പോൾ നമ്മളിൽ വളർച്ചകൾ ഉണ്ടാകും. பரிசுத்தாவியானவருடைய நதி நம்மில் வரும்போது நாம் ஆவிக்குரிய வாழ்க்கையிலே வளருகிறவர்களாக காணப்படுவோம். പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ അനുഭവം നമുക്ക് ഏற்படும். ആ പുതിയ ഇലകൾ ഒരു വൃക്ഷത്തിൽ വരുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ മേൽ വന്ന് വീഴുമ്പോൾ പുതുമകൾ നമ്മിൽ സൃഷ്ടിക്കപ്പെടും. പുതിയ ഒരു ഇല ഒരു മരത്തിൽ തോன்றி വളരുന്നത് പോലെ നമ്മുടെ வாழ்க்கையிலும் പുതിയ ആവിക്കുரிய മേന്മயான അനുഭവങ്ങൾ ഉണ്ടാകും. ഇനി അടുത്തത് പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യസ്ഥൻ பரிசுத்தாவியானவரை സഹായകൻ അല്ലെങ്കിൽ ഹെൽപ്പർ. അവർ നമ്മെ ഉദവി ചെയ്യുന്നവർ എന്ന് ചൊല്ലി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഒരു സഹായകനായി പരിശുദ്ധാത്മാവ് നിൽക്കും. இந்த உலகத்திலே நமக்கு உதவி செய்வதற்கு யாரும் இல்லாதிருக்கிற நேரங்களிலும் நமக்கு உதவி செய்வதற்கு பரிசுத்தாவியானவர் இருக்கிறார். എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി നടത്തും. பரிசுத்த ஆவியானவர் நம்மை பார்த்து நம்மை நடத்துகிறவர். ഇതിനെ അഭിഷേക തൈലം എന്ന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അഭിഷേക തൈലം എന്ന് പരിശുദ്ധ ആവിയാനവരെ ഉപമപ്പെടുത്തിയിട്ടുണ്ട്. അഭിഷേക തൈലം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കാനാണ് അഭിഷേക തൈലം ഒഴിക്കുന്നത്. ഒരു വിശേഷിത കാര്യത്തിற்காக பயன்படுத்தப்படுவதுதான் அபிஷேக தைலம். അപ്പോൾ അഭിഷേക തൈലം ദാവീദിന്റെ മേൽ വീണു. അഭിഷേകത്തിൻ തൈലം ദാവീദിൻ മീது വിழுந்தது. ആ അഭിഷേക തൈലം ദാവീദിന്റെ മേൽ വീണപ്പോൾ അവന്റെ സ്ഥിതികളെ മാറി. അഭിഷേക തൈലം ദാവീദിൻ മീது விழுந்தபோது அவனுடைய சூழ்நிலைகள் எல்லாம் மாறிவிட்டது. അപ്പോൾ ഈ അഭിഷേകം നമ്മുടെ സ്ഥിതികളെ മാറ്റും. இந்த അഭിഷേകം நம்முடைய சூழ்நிலைகளை എല്ലാം മാറ്റും. ഇനി അടുത്തത് ബൈബിൾ പറയുകയാണ് ശത്രു അവനെ തോൽപ്പിക്കയില്ലെന്നാ പറയുന്നത് ദാവീദിനെ കുറിച്ച്. വേദം ചൊല്ലുகிறது ശത്രു അവനെ മേற்கொள்ள முடியாது என்று சொல்லி வேதம் சொல்லுகிறது. ஏனென்றால் அவன் மீது அபிஷேக தைலம் உண்டு. അപ്പോൾ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. അഭിഷേക തൈലം உங்கள் மீது விழும்போது நீங்கள் ஒருபோதும் தோற்று போக மாட்டீர்கள். അപ്പോൾ ഇന്ന് പകലിൽ മറ്റെന്തിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അഭിഷേകമാണ്. இந்த நாள் காலையிலே உங்களுக்கு அதிகம் தேவை இந்த பரிசுத்த ஆவியானவரின் அபிஷேகம். അപ്പോൾ ഇന്ന് ഈ പകലിൽ കർത്താവേ എന്നെ ഒന്ന് അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ വായി തുറന്നൊന്ന് പറഞ്ഞാട്ടെ. இந்த நாள் காலை வேளையிலே தெய்வ சமூகத்திலே கேளுங்கள், ஆண்டவரே உம்முடைய அபிஷேகத்தினால் என்னை நிரப்பும் ஆண்டவரே என்று சொல்லி கேளுங்க. சிறுவர்கள் பெரியவங்க எல்லாம் கேளுங்க பார்க்கலாம். பரிசுத்த ஆவியானவரே உம்முடைய அபிஷேகத்தை நிறைவினால் என்னை நிரப்புவீராக. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ സ്വാതന്ത്ര്യം നമ്മിൽ ഉണ്ടാകും. പരിശുദ്ധാവിയാനവർ നമ്മിടത്തിൽ വരുമ്പോൾ നമുക്കുള്ളേ സുതന്ത്രം വെളിപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ? പരിശുദ്ധാവിയാനവരെ പെற்றுക്കൊള്ളുവதற்கு നാം என்ன செய்ய வேண்டும்? പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ നേടാൻ പറ്റുമോ? പണം കൊടുത്ത് പരിശുദ്ധാവിയാനവരെ പെற்றுക്കൊள்ள முடியுமா? പരിശുദ്ധാത്മാവ് രക്ഷാദാനമായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. രക്ഷപ്പ് ഇലവസമായി ഇരുപ്പത് പോലെ പരിശുദ്ധാവിയാനവരും ഇലവസமாக നമുക്ക് തന്നിരപ്പെട്ടിരിக்கிறார். അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒന്നാമത് നാം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാവിയാനവരെ പെற்றுക്കൊള്ളുവதற்கு முதலாவது നാം ചെയ്യ വേണ്ടിയത് ജപിക്ക வேண்டும். അപ്പോൾ നമ്മൾ മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളെ ഉലകത്തിற்கு தேவையான കാര്യങ്ങളെ നാം ആണ്ടവരിടത്തെ കേൾക്കുന്നതുണ്ട്. അപ്പോൾ അതെല്ലാം തരുന്നത് ദൈവം പരിധിയോട് കൂടിയാണ് തരുന്നത്. അതെല്ലാം തരുவது ആണ്ടവർ ഒരു നിലയിലെ എൽഗയോട് കൂടെ தான் തരുகிறார். ഇപ്പോൾ നിങ്ങൾ 1 കോടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം 50 ലക്ഷം തരത്തുള്ളൂ. കാരണം നിങ്ങളുടെ ആവശ്യം ദൈവത്തിന് അറിയാം. நீங்க இப்போ 1 கோடி ரூபாய்க்கு நான் ஜெபம் பண்ணா எனக்கு 50 லட்சம் ரூபாய் ஆண்டவர் தருவார். ஏன்னா அவருக்கு என்னுடைய தேவைகள் தெரியும். ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ജോഷു പറയുകയാണ്, അപ്പ എനിക്ക് BMW കാർ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ അപ്പം മേടിച്ചു കൊടുക്കുന്ന എന്നാന്നറിയാവോ? ആ പോകുമ്പോ ആ ഗുണാപറന്റെ ഷോപ്പിന്റെ അവിടെ നിന്ന് ഒരു 50 രൂപയുടെ BMW മേടിച്ചു കൊടുക്കും. இப்ப ஜோசுவா இங்க இருந்து கேட்கிறாரு, எனக்கு BMW கார்னா ரொம்ப விலை உயர்ந்த கார், BMW கார் எனக்கு வேண்டும் என்று சொல்லி ஜோசுவா அவங்க அப்பா கிட்ட கேட்டா போகிற வழியில குணா பிரதர் கடையில 50 ரூபாய்க்கு BMW எழுதி ஸ்டிக்கர் ஒட்டி இருக்கிற காரை வாங்கி கொடுப்பாரு. അല്ലെങ്കിൽ ഈ കുഞ്ഞുണ്ടോ, ഈ കുഞ്ഞു ചോദിക്കും എനിക്ക് ഇപ്പൊ കാർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ടോയ് കാർ ആയിരിക്കും. நான் இப்போ இங்க இருக்கிற பிள்ளைங்க எனக்கு இப்ப கார் வேணும் அப்படின்னு கேட்டா நாம பொம்மை காரை வாங்கி கொடுப்போம். കാരണം നമുക്കറിയാം അവന്റെ കപ്പാസിറ്റിയും അവന്റെ ആവശ്യത്തിന്റെ ആ വലിപ്പമൊക്കെ നമുക്കറിയാം. நமக்கு நன்றாய் தெரியும் நம்முடைய பிள்ளைகளுக்கு என்ன தேவை, அவர்களால் எதை உபயோகப்படுத்த முடியும் என்பது தெரியும். അപ്പോൾ ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മുടെ தேவை എന്നാണ്. தேவனுக்கு நன்றாய் தெரியும் நம்முடைய தேவை என்ன என்று சொல்லி. അപ്പോൾ നമ്മുടെ അവസരങ്ങളെ മനസ്സിലാക്കി നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. நம்முடைய தேவைகளை புரிந்து கொண்டு தேவைகளுக்கு ஏற்பாடு போல அற்புதம் செய்கிற ஆண்டவர் நம்முடைய ஆண்டவர். അപ്പോൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം ദൈവം അളന്നു തരുമ്പോൾ, இந்த உலக காரியங்களை எல்லாம் ஆண்டவர் அளந்து
தரும்போது അളവ് കൂടാതെ ദൈവം തരാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. அளவில்லாமல் தருகிற ஒரு காரியத்தை தேவன் தருவேன் என்று சொல்லி வாக்கு பண்ணி இருக்கிறார். എന്താണ് അളവില്ലാതെ ദൈവം തരുന്നത്? எதை அளவில்லாமல் தருவேன் என்று வாக்கு பண்ணி இருக்கிறார்? ബൈബിൾ പറയുന്നു അളവ് കൂടാതെയല്ലോ അവൻ ആത്മാവിനെ കൊടുക്കുന്നത്. அவர் அளவில்லாமல் பரிசுத்த ஆவியின் அபிஷேகத்தை தருகிறார். അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരാൻ യേശു കർത്താവ് മതിയായവനാണ്. இந்த நாள் காலைவேளையிலே தெய்வ சமூகத்திலே நீங்கள் விருப்பத்தோடு இருப்பீர்கள் என்று சொன்னால் அளவிட முடியாத அளவிற்கு பரிசுத்த ஆவியானவருடைய அபிஷேகத்தின் வல்லமையை உங்கள் மீது தர அவர் போதுமானவராய் இருக்கிறார். എത്ര വർദ്ധിച്ചാലും എത്ര അധികമായാലും ഗുണകരമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. എത്ര അധികமாக നമ്മിൽ പെരുകിനാലും അത് നമ്മെ ആശീർവാദത്തിற்குள்ளே നടത്തും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. தம்மிடத்திலே கேட்பவர்களுக்கு எத்தனை அதிகமாய் பரிசுத்த ஆவியானவரை தர அவர் வல்லவராய் இருக்கிறார். അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമായതുകൊണ്ട് ലഭിക്കാൻ ഒന്ന് ചോദിക്കണം, പ്രാർത്ഥിക്കണം. பரிசுத்த ஆவியானவருடைய அபிஷேகம் தேவனுடைய வல்லமையாய் இருப்பதனால் இலவசமாய் தேவன் தருவதனாலே நீங்கள் கேட்க வேண்டும். ഇനി രണ്ട്, നമ്മൾ വിശ്വസിക്കണം. இரண்டாவது நாம் விசுவாசிக்க வேண்டும். അപ്പോൾ പൗലോസ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, വിശ്വസിച്ചിട്ട് നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചുവോ? ஒரு இடத்திலே கேட்கிறார், விசுவாசத்தோடு നിങ്ങൾ ആവിയെ പെറ്റുകൊണ്ടിരുകളാ? അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വേദം சொல்லுகிறது, എന്നിൽ വിശ്വസിക്കുമ്പോൾ ജീവജലത്തിൻ നദികൾ ഒഴുകും. ജീവ നദി പോലെ பரிசுத்த ஆவியானவர் வெளிப்படுவார். ജീവജലത്തിൻ നദികൾ ഒഴുകും. ജീവ നദി ഓടും. ഒഴുകും. ഓക്കെ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. വിശ്വാസിക്കുന്നവർക്ക് ഉള്ളേ ജീവ നദികൾ ഓടും. വിശ്വാസിക്കുന്നവർക്ക് ഉള്ളേ പരിശുദ്ധ ആവിയാനവർ തന്തരപ്പെടുവാർ. അപ്പൊ ഏത് അനുഗ്രഹവും നമ്മൾ പ്രാപിക്കുന്ന വിശ്വാസത്താലാണ്. എല്ലാ ആശീർവാദങ്ങളെയും നാം പെറ്റുകൊള്ളുന്നത് വിശ്വാസത്തിനാൽ. അപ്പൊ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും വിശ്വസിക്കണം. അതുപോലെ പരിശുദ്ധ ആവിയാനവരെ പെറ്റുകൊള്ളുവதற்கும் നാം വിശ്വസിக்க வேண்டும். ഇനി അടുത്തത് നമുക്ക് ദാഹം വേണം. ദാഹം. അടുത്തത് നമുക്ക് ദാഹം വേണ്ടും. എന്ന് പറഞ്ഞാൽ ദാഹം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ നേരം കളയാൻ വേണ്ടി വെള്ളം കുടിക്കുന്ന ദാഹമല്ല. നേരം പോറதுக்கு തണ്ണി കുടിக்கிற மாதிரி അല്ല തണ്ണി കുടിക്കുന്നത്. ഈ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ടീച്ചറിനോട് ചോദിക്കും, ഷാൽ ഐ ഗോ ഫോർ വാട്ടർ എന്ന് ചോദിക്കും. நாங்கள் ஸ்கூல்ல படிக்கும்போது டீச்சர் கிளாஸ் நடத்தி போர் அடிச்சா, ടീച്ചർ തണ്ണി அப்படின்னு കേട്ടിട്ട് വെളിയില പോയി ഒരു റൗണ്ട് അടിച്ചിട്ട് വരുவோம். ചില പിള്ളേർ ചോദിക്കത്തില്ലേ, ബോറടിക്കുമ്പോൾ മേ ഗോ ഔട്ട് എന്ന് ചോദിക്കത്തില്ലേ? ചില പിള്ളേங்க ടീച്ചറെ കേൾപ്പാங்க, മേ ഗോ ഔട്ട് அப்படின்னு കേൾപ്പാங்க. പിള്ളേகளுக்கு എന്ന് പറഞ്ഞാൽ അവന് വേറൊന്നിനും വേണ്ടിയല്ല, അവന് ചുമ്മാ നേരം കളയാൻ വേണ്ടിയാ. அவனுக்கு தண்ணி குடிக்கிறதுக்கோ இல்ல வேற எதுக்கும் போறதுக்காக இல்ல, சும்மா அப்படியே போர் അടിച്ചിട്ട് എന്നാൽ അവിടെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരണം. അത് ദാഹമല്ല. അത് ദാഹമല്ല. ദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വെയിലത്ത് നിങ്ങൾ നില ഉഴുത് മറിച്ച് ഹാർഡ് വർക്ക് ചെയ്യാന്ന് ചിന്തിക്കുക. ദാഹം അടിച്ചാൽ നല്ല വെയിലിൽ നീங்க നല്ല കഠിനமா വേല செய்றீங்க. അപ്പൊ നിങ്ങളുടെ തൊണ്ടയൊക്കെ ഉണങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കാൻ ഒരു ദാഹം ഉണ്ടാവും. തൊണ്ടയിൽ എല്ലാം ഒരു വരൾച്ച പോലെ ഏർപ്പെടും. അപ്പൊ നമ്മൾ തണ്ണി കുടിക്കണമെങ്കിൽ ഒരു നനവ് വരും. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ദാഹം നിങ്ങളിൽ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ ആ നിമിഷം നിങ്ങൾ നിറയപ്പെടും. അത്രേ ദാഹം உங்களுக்கு ஏற்படும் என்று சொன்னால் அந்த நிமிஷத்திலே அவருடைய பரிசுத்த ஆவியின் அபிஷேகத்தினால் உங்களை நிரப்ப அவர் போதுமானவராயிருக்கிறார். കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞ, இன்னும் எளிதாய் உங்களோடு கூட பகிர்ந்து கொள்கிறேன். ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ഈ കടലൂര് സമുദ്രത്തിന്റെ അകത്ത് കൊണ്ടുപോയി പിടിച്ച് നിങ്ങളുടെ കഴുത്തെ പിടിച്ച് വെള്ളത്തിൽ മുക്കി പിടിക്കുകയെന്ന് ചിന്തിക്കുക. உங்களை எல்லாரையும் கூட்டிட்டு போய் கடலூர் பீச்சில உங்க கழுத்தை பிடிச்சு தண்ணியில முக்குறேன்னு நினைச்சுக்கோங்க. അപ്പൊ അങ്ങനെ മുക്കുമ്പോ, அப்படி முக்கும்போது നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നേ, நீங்க என்ன நினைப்பீங்க? ഒരു കാർ വേണമെന്ന് ആഗ്രഹിക്കുവോ? ஒரு கார் வேணும்னு நினைப்பீங்களா? உங்களை கடலூர் பீச்சில தண்ணிக்குள்ள பிடிச்சி நான் முக்குறேன், கடலுக்குள்ள முக்குறேன், முக்கிட்டு இருக்கும்போது நீங்க என்ன நினைப்பீங்க? எனக்கு ஒரு கார் வேணும் அப்படின்னு நினைப்பீங்களா? എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ചിക്കൻ ബിരിയാണി വേണം நினைப்பீங்களா? നിങ്ങൾ என்ன நினைப்பீங்க? നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാലും പൊങ്ങി വന്ന് വായു വന്ന് ശ്വസിച്ചിട്ട് വേണം ഇവരായിട്ടൊന്ന് പൊട്ടിക്കാൻ. எப்படியாகிலும் கொஞ்சம் வெளியில வந்து இவரை பிடிச்சு அமுக்கணும் அப்படிங்கிற ஒரு நினைவு மட்டும்தான் நமக்கு அப்போ வரும். ഇവരെ പിടിച്ച് അമക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് ജീവിക്കണോ, ശ്വാസം വേണം, അതാ ആഗ്രഹം. இவரை பிடிச்சு அமுக்கிறதுக்கு முன்னாடி முதல்ல நான் என்ன செய்யணும்? മൂച്ച വിടണം, கொஞ்சம் வெளியே வரணும் அப்படின்னு தான் நினைப்போம். അപ്പൊ ഒരു വെള്ളത്തിന്റെ അടിയിൽ ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ ജീവവായുവിന് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ദാഹം വേണം. ஒரு தண்ணீரிலே மூழ்கடிக்கப்பட்டு கொண்டிருக்கிற ஒரு மனிதன் எப்படியாகிலும் காப்பாற்றப்பட வேண்டும் என்று சொல்லி பிரயாசப்படுகிற ஒரு நிலை ஏற்படுகிறது போல அந்த அனுபவத்தோடு கூட கர்த்தருடைய பரிசுத்த ஆவியானுடைய அபிஷேகத்தின் வல்லமையை நீங்கள் வாஞ்சிக்கும் போது அவர் நிரப்ப போதுமானவராய் இருக்கிறார். ഇനി അടുത്തത് നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കണം. അടുത്തത് നിങ്ങൾ அதற்காய் காத்திருக்க வேண்டும். യേശു പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം. യേശു சொன்னார், நீங்கள் பலத்தை பெற்றுக்கொள்ளுகிற வகையிலும்
நீங்கள் நகரத்திலே காத்திருக்க வேண்டும் என்று சொன்னார். അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ ആത്മാവിനെ, ചോദിക്കുന്നവർക്ക് അവൻ ആത്മാവിനെ നൽകും. ஜெபிக்கிறவர்களுக்கு அவர் ஆவியை தந்தருளுவார். വിശ്വസിക്കുന്നവർക്ക് അവൻ ആത്മാവിനെ നൽകും. விசுவாசிக்கிறவர்களுக்கு அவர் ஆவியை தந்தருளுவார். ദാഹിക്കുന്നവർക്ക് അവൻ ആത്മാവിനെ നൽകും. தாகத்தோடு இருக்கிறவர்களுக்கு அவர் ஆவியை தந்தருளுவார். ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാത്തിരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകും. காத்திருக்கிறவர்களுக்கு அவர் தம்முடைய ஆவியை தந்தருளுவார். ഈ അഭിഷേകം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. இந்த அபிஷேகம் உங்கள் சூழ்நிலைகளை மாற்றும். അപ്പൊ ഇന്ന് ഈ പകലിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. இந்த நாளிலே அப்படிப்பட்ட அபிஷேகத்தை விரும்புகிறவர்கள் நீங்கள் இருக்கிற இடத்திலிருந்து எழுந்திருக்கும்படிக்கு உங்களை அன்போடு கூட கேட்கிறேன். ഈ അഭിഷേകമാണ് ദാവീദിനെ കൊട്ടാരത്തിൽ എത്തിച്ചത്. இந்த அபிஷேகத்தின் வல்லமை தான் தாவீதை அரண்மனைக்கு கொண்டு சேர்த்தது. അപ്പൊ നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ കഴിയുന്നത് അഭിഷേകത്തിനാണ്. உங்களுடைய சூழ்நிலைகளை மாற்றுவதற்கு வல்லமை உடையது அபிஷேகமாக இருக்கிறது. അഭിഷേകത്തിന്റെ ഒരു നിഴൽ നിങ്ങളുടെ മേൽ വീണാൽ മതി, അത്ഭുതങ്ങൾ സംഭവിക്കും. அபிஷேகத்தின் நுகம் உங்கள் மீது விழுந்தால் போதும், அற்புதங்கள் உண்டாகும். അഭിഷേകത്താലാണ് യേശു ഗലീലയിൽ അതെ മടങ്ങി ചെന്നത്. அபிஷேகத்தில் தான் ஆண்டவர் கலிலேயாவிலே திரும்ப சென்றார். ഗലീലയിൽ ചെന്നപ്പോൾ അവിടുത്തെ ശൂന്യതകൾ മാറിയത് അഭിഷേകത്താലാണ്. கலிலேயாவுக்கு சென்றபோது அங்கே இருக்கிற சூழ்நிலைகள் மாறினது அபிஷேகத்தினால். അപ്പൊ ഇന്ന് പകലിൽ ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ആ അഭിഷേകത്തെ എന്റെ മേൽ നൂറ്റണമേ. இந்த நாள் காலைவேளையிலே நீங்கள் ஆண்டவரை பார்த்து சொல்லுங்கள், அந்த அபிஷேகத்தை எனக்கு தாரும் ஆண்டவரே. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. കുഞ്ഞുങ്ങളും പ്രായമായവരും ഒരുപോലെ ദൈവസ്ഥാനത്തിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പിള്ളേകൾ എല്ലാം ഒരുപോലെ ദൈവത്തിന്റെ സമൂഹത്തിലെ ഒപ്പുകൊടുങ്ക. ഈ അഭിഷേകം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്നതാണ്. അഭിഷേകം നിങ്ങളുടെ സൂழ்நிலைகளை മാറ്റും. ഒരു നിമിഷം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു നിമിഷം ഒരു നിമിഷം கொஞ்சம் என்ன பாருங்க. ഒന്നുമില്ലാതെ കിടന്ന ഒരു സാധ്യതയുമില്ലാത്തിടത്തുനിന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ അഭിഷേകമാണ്. എല്ലാം നല്ല ഗവനിங்க. ஒன்றுமில்லாத நிலையில் எங்களுடைய வாழ்க்கையில अनेक அற்புதங்களை செய்து இன்றைக்கு இவ்வளவு உயரத்தில் கொண்டு வந்து நிறுத்தினது അഭിഷേകം. എനിക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ കഴിവല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, ഇന്ന് അത് ഞാൻ ആയിരിക്കുന്നതും ഞാൻ ആകുന്നതും എല്ലാം ആ ദൈവം എൻ്റെ മേൽ പകർന്ന അഭിഷേകവും ദൈവത്തിന്റെ കൃപയുമാണ്. എന്നാൽ ധൈര്യമായി சொல்ல முடியும், என்னுடைய திறமை அல்ல, என்னுடைய ஞானம் அல்ல, என் மீது விழுந்த அபிஷேகத்தின் வல்லமை. അപ്പൊ ഇന്ന് പകലിൽ കുഞ്ഞുങ്ങളെല്ലാം ഓർത്തോണം, നിങ്ങളുടെ ബുദ്ധിക്കപ്പുറം, നിങ്ങളുടെ പരിമിതികൾക്കപ്പുറം, നിങ്ങളുടെ കഴിവുകൾക്കപ്പുറം നിങ്ങളെ ഉയർത്താൻ കഴിയുന്നത് ഈ അഭിഷേകത്തിനാണ്. அருமையான பிள்ளைகளே, நன்றாய் யோசித்துக் கொள்ளுங்கள், புரிந்து கொள்ளுங்கள். உங்களுடைய திறமைக்கு அப்பாற்பட்ட ரீதியிலே, உங்களுடைய தாளந்துகளுக்கு அப்பாற்பட்ட ரீதியிலே, உங்களுடைய ஞானத்திற்கு அப்பாற்பட்ட ரீதியிலே உங்களை உயர்த்த வல்லமை உடையது இந்த அபிஷேகத்தின் வல்லமை. ദാവീദ് ആർക്കും വേണ്ടാത്തവനായിരുന്നു. தாவீது யாருக்கும் வேண்டாதவராய் இருந்தார். ദാവീദ് തള്ളപ്പെട്ടവനായിരുന്നു. தாவீது தள்ளப்பட்டவராய் இருந்தார். അനാഥനെ പോലെ വനാന്തരത്തിൽ ആടുകളോട് കൂടെ ആയിരുന്നവനായിരുന്നു ദാവീദ്. അനാഥയെ പോലെ വനാന്തരത്തിലെ ആടുകളോട് കൂടെ ദാവീദ് இருந்தார். എന്നാൽ ദാവീദിനെ കൊട്ടാരത്തിൽ ഒരു രാജാവായി വാഴിച്ചത് അവന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകമാണ്. ദാവീദை அரண்மனையிலே ராஜாவாக உயர வைத்தது அவர் மீது கொடுக்கப்பட்ட ஒரு அபிஷேகத்தின் வல்லமை. അപ്പോൾ ഇന്ന് പകലിൽ നിങ്ങൾ ആഗ്രഹിക്കുക, അഭിഷേകത്തെ എന്റെ മേൽ പകരണമേ. இந்த நாளிலே நீங்கள் விரும்புங்கள், ஆண்டவரே அப்படிப்பட்ட அபிஷேகத்தின் வல்லமையை நான் பெற்றுக்கொள்ளட்டும் அப்பா. ഒരു നിമിഷം അഭിഷേകത്തെ ആത്മനിറവിനെ ആഗ്രഹിക്കുന്നവർ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. அபிஷேகத்தை ஆத்தும ஆவியின் நிறைவையும் விரும்புகிறவர்கள், வாஞ்சிக்கிறவர்கள் என்னோடு கூட சேர்ந்து இந்த ஜெபத்தை சொல்லுங்கள். കർത്താവേ, ஆண்டவரே, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ஆண்டவரே, என்னை நான் உம்முடைய முன்பாக ஒப்பு கொடுக்கிறேன். എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. சேர்ந்து சொல்லுங்க, என்னுடைய சரீரத்தை நான் ஒப்பு கொடுக்கிறேன். എന്റെ നാവിനെ ഞാൻ സമർപ്പിക്കുകയാണ്. என்னுடைய நாவை நான் ஒப்பு கொடுக்கிறேன். ഇന്നലകളിൽ അറിഞ്ഞോ അറിയാതെയോ, கடந்த நாளில் நான் அறிந்தோ அறியாமலோ ചെയ്തു പോയ അതേ കുറ്റങ്ങളെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. செய்து போன எல்லா குற்றங்களையும் குறைவுகளையும் மன்னியும் ஆண்டவரே. ഇന്ന് പകലിൽ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. இந்த നാളിലെ ആത്മാവിനാൽ എന്നെ നിറപ്പുവീരാക. ഒരു പുതുഭാഷയെ എന്റെ നാവിന്മേൽ അങ്ങ് നൽകണമേ. ഒരു പുതു ഭാഷയെ എൻ നാവിൻ மீது തരുവീരാക. എന്റെ ശരീരത്തിൽ ആ ദൈവശക്തി തിരിച്ചറിയാൻ തക്കവണ്ണം എന്റെ ശരീരത്തെ ഞാൻ വിട്ടുതരികയാണ്. என்னுடைய சரீரத்திலே அந்த தேவ வல்லமையை புரிந்து கொள்ளுகிற, அறிந்து கொள்ளுகிற நிலையிலே என் சரீரத்தை
ஆயுதத்தை உம்மிடத்தில் தருகிறேன். ഓ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. பரிசுத்த ஆவியானவரால் என்னை ஒரு விசை நிரப்புவீராக. എന്റെ ആത്മീക നയനങ്ങളെ ആത്മീക കണ്ണുകളെ ഒന്ന് തുറക്കണമേ. என் ஆவிக்குரிய கண்கள் ஒருமுறை திறக்கப்படட்டும் ஆண்டவரே. എന്റെ കാതുകളെ ദൈവശബ്ദം കേൾക്കാൻ ഒന്ന് തുറക്കണമേ. என்னுடைய காதுகள் தேவனுடைய சத்தத்தை கேட்கும்படிக்கு திறக்கப்படுவதாக. ഓ ഇന്ന് പകലിൽ അത് എന്റെ മേൽ ആ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. എന്നാൽ കാലവേളയിൽ അഭിഷേകത്തിന്റെ വല്ലമ എൻ മീതെ വെളിപ്പെടുവதற்கு ഞാൻ എന്നെ ഒപ്പുകൊടുக்கிறேன். ഇപ്പോൾ ഞാൻ റിസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ടെ. நான் பெற்றுக்கொள்ளுங்கள் என்று சொல்லும்போது நீங்கள் ஆமென் என்று சொல்லி பெற்றுக்கொள்ளுங்கள். കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ஆண்டவரே நாங்கள் ஒன்று சேர்ந்து கர்த்தருடைய பிள்ளைகளுக்காய் நாங்கள் ஒன்று சேர்ந்து ஜெபிக்கிறோம். ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ஆண்டவரே அருமையான பெற்றோருக்காய் தாய்களுக்காய் ஜெபிக்கிறோம். യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. വാലിബர்களுக்காய் ஜெபிக்கிறோம். കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. பிள்ளைகளுக்காய் ஜெபிக்கிறோம். കർത്താവേ ഇപ്പോൾ അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. இப்போது அபிஷேகத்தின் வல்லமை இவர்கள் மீது வெளிப்படுவதாக. ഇതുവരെ അവർ അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ആത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. இதுவரையிலும் இவர்கள் ஒருபோதும் அனுபவித்திராத ஒரு பரிசுத்த ஆவியின் அபிஷேகத்தின் വല്ലമയെ ഇവர்கள் അനുഭവിപ്പാர்களாக. ഓ ശിംശോന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവനെ ബന്ധിച്ച കയർ ഒരു ചണനൂൽ പോലെ പൊട്ടിമാറിയെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. சீசர்களை அபிஷேகம் வெளிப்படும் போது அவர்கள் மீது கட்டப்பட்டிருந்தவைகள் ஒரு நூல் போல தெரிந்தது போல இவர்கள் வாழ்க்கையிலே கட்டப்பட்டிருக்கிற சூழல்கள் இயேசுவின் நாமத்தில் தெரிந்தோடுவதாக. ഓ ഇപ്പോൾ ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. இப்பொழுது இவர்கள் விடுதலையை பெற்றுக்கொள்வார்கள். യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. இயேசு கிறிஸ்துவின் நாமத்தில் அபிஷேகத்தின் வல்லமை இப்பொழுது அனுபவிப்பார்களாக. ഓ റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. பெற்றுக்கொள்ளுங்கள் இயேசுவின் நாமத்தில். യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. இயேசுவின் நாமத்தில் சுகங்கள் பெற்றுக்கொள்வார்களாக. ഓ വിടുതലുകൾ വ്യാപരിക്കട്ടെ. விடுதலைகளை அனுபவிப்பார்களாக. ഇപ്പോൾ ഈ ജനത്തിന് മേൽ വീശട്ടെ. ஒரு அக்கினி വല്ലമை ഇവരുടെ மீது வெளிப்படுவதாக. യേശുവിന്റെ നാമത്തിൽ ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അഭിഷേകത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, റബാനിയ ധരാരവക്ഷസ് വരന്തനാദി അടകമന ദരകശകദരാദി തീകതരെ അഭിഷേകത്തിന്റെ തീകതരെ ആത്മാവിന്റെ തീകതരെ ആത്മാവിന്റെ തീകതരെ അഭിഷേകത്തിന്റെ തീകതരെ ഉടകമന ജരദരകദന ഹസ്തപ്രവന ദരകശകദരാദി അഭിഷേകത്തിന്റെ തീകതരെ ആത്മാവിന്റെ തീകതരെ ആത്മാവിന്റെ തീകതരെ അഭിഷേകത്തിന്റെ തീകതരെ അഭിഷേകത്തിന്റെ തീകതരെ അഭിഷേകത്തിന്റെ തീ ആത്മാവിന്റെ തീ സാഹചര്യങ്ങളെ തിരിക്കുന്ന അഭിഷേകത്തിന്റെ തീ അഭിഷേകത്തിൻ വല്ലമായി അഭിഷേകത്തിന്റെ തീ ആത്മാവിന്റെ തീ അഭിഷേകത്തിന്റെ തീകതരെ ആത്മാവിന്റെ തീകതരെ ആത്മാവിന്റെ തീകതരെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ഒരു തീകതരെ ആത്മാവിന്റെ ഒരു തീകതരെ അഭിഷേകത്തിന്റെ ഒരു തീകതരെ ആത്മാവിന്റെ ഒരു തീകതരെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ഒരു തീ ആത്മാവിന്റെ ഒരു തീകതരെ അഭിഷേകത്തിന്റെ ഒരു തീകതരെ അഭിഷേകത്തിന്റെ ഒരു തീകതരെ അഭിഷേകത്തിൻ വല്ലം ഡഗമന ജരദരകദന ഹസ്തപ്രഭന ദരകശകതരാ അഭിഷേകത്തിൻ അടകമന ദരകശകതരാ ആത്മാവിന്റെ ഒരു തീ ഇപ്പോൾ കത്തട്ടെ അഭിഷേകത്തിന്റെ ഒരു തീ let the fire of the Holy Spirit ലമാസിയം തരാറബ ശകതറബബബ ലംഷ്മകതറബബബ ലബാധിയം തരാശകതറബബബ ലബാധിയം തരാരബചതരപ്രവാദി അഭിഷേകത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കട്ടെ ആത്മാവിന്റെ ഒരു ശക്തി വ്യാപരിക്കട്ടെ வல்லமையை இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உமக்கிரியை இந்த நாளில் எங்கள் மேலே வல்லமையோடு ஊற்றிடுமே வல்லமையை இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உமக்கினியை இந்த நாளில் எங்கள் மீது வல்லமையோடு വിശ്വാസത്തോടെ வல்லமை வல்லமை ഭയഭക്തിയോടെ ദൈവ സമുദ്രത്തിൽ ആണ്ടവരേ എന്നെ അഭിഷേകിക്കൂ. നമ്മുടെ അഭിഷേകത്തിൽ വല്ലമേ എന്നെ ബലപ്പെടുത്തു. ശരീര ബലവീനങ്ങൾ മാറട്டும். പിശാചിൻ കെട്ടുകൾ മാറട്டும். തരിച്ചരങ്ങൾ മാറട്டும். കുടുംബത്തിലെ തലപ്പെട്ട ആശീർവാദങ്ങൾ സ്തോത്രം ചൊല്ലുங்க. സ്തോത്രം ചൊല്ലുங்க. யாரும் மௌனமாய் இருக்க வேண்டாம். எல்லா கண்களும் மூடி ஸ்தோத்திரங்களை சொல்லுங்க. ஊற்றிடுவே ஊற்றிடுவே உமல்லமையை இந்த நாளில் எங்கள் மேலே ஊற்றிடுவே மக்கிரியை இந்த நாளில் எங்கள் மீது வல்லமையோடு ஊற்றிடுவே வல்லமையை
இந்த நாளில் எங்கள் மேலே ஊற்றிடுவே. இந்த நாளில் எங்கள் மீது ஊற்றிடுவே. வல்லமாய்